നമ്മൾ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിനായിട്ട് പോകുമ്പോഴോ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ബാഗേജ് ചെക്കിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് സംഭവങ്ങളൊക്കെ പിയേഴ്സൺ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതായത് നമ്മൾ കൊടുക്കുന്ന ബാഗേജ്, അതിലെ ടാഗ് മറ്റ് ജീവനക്കാർ അത് പറിച്ച് മറ്റ് ബാഗിലൊക്കെ ഒട്ടിച്ച് കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ന്യൂസൊക്കെ ഈ കഴിഞ്ഞ ദിവസം പല ചാനലുകളിലും എനിക്ക് കാണാൻ സാധിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കൗണ്ടർ ഫോയിൽ അത് കീപ്പ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മുടെ ബാഗിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുക. ടാഗ് ഒട്ടിച്ച ശേഷം ടാഗ് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ടുള്ളതും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ വരും. ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ് ഞാനത് പറയുന്നത്. അതിൻ്റെ ഇൻഫർമേഷനാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. പിന്നീട് മറ്റ് ട്രബിളുകൾ ഉണ്ടാവാതിരിക്കും. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആര് വഴിയാണിത് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. ആ ന്യൂസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് നിങ്ങൾക്കൊന്ന് പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കാനഡ ഫിഫ വേൾഡ് കപ്പിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാൻകൂവറിലും ടൊറന്റോയിലും സ്റ്റേഡിയങ്ങളിൽ പണികൾ ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിരവധി വേക്കൻസികളും അതോടൊപ്പം ഉണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, വർക്ക് പെർമിറ്റുള്ളവർക്ക് ഒക്കെ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. $1 ബില്യൺ അധികം എമൗണ്ടാണ് ഇതിനു വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത്. നിരവധി ടൂറിസ്റ്റുകൾ അതോടൊപ്പം തന്നെ കാണികൾ എല്ലാവരും കാനഡയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പല ആളുകളും പല വിസിറ്റുകളും പല നഗരങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടിക്കറ്റ് നിരക്കൊക്കെ വളരെ കൂടുതൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫാൻ ഷോകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റ് വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ഡെൻ്റൽ കെയർ ആണ്. കാനഡയിലെ ഡെൻ്റൽ കെയർ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിനുള്ള 90,000 ഫാമിലി ഇൻകം എന്നുള്ള ആ ത്രെഷോൾഡിലുള്ളവർക്ക് അത് പുതുക്കി നൽകേണ്ട സമയം ജൂൺ 1. അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളതൊക്കെ പുതുക്കി നൽകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് ലാപ്സ് ആകും. കാരണം ഇൻഷുറൻസ് ഇല്ലാത്ത സാധാരണ ഡെൻ്റൽ കെയർ, ഐ കെയർ ഒന്നും ഇവിടെ ലഭിക്കുന്നതല്ല. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ പദ്ധതിയുണ്ട്. അതിനെപ്പറ്റി പലർക്കും അറിയില്ല. നിങ്ങളുടെ ഡെന്റിസ്റ്റിനോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കമ്പനിയിൽ ജോലിയില്ലെങ്കിലോ അല്ലെങ്കിൽ ജോലി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡെൻ്റൽ കെയർ കിട്ടുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. CRAയുടെ അക്കൗണ്ടിൽ, അതായത് കാനഡ റവന്യൂ ഏജൻസിയുടെ MyCRA അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. ഇപ്പോൾ ഗ്യാസ് പ്രൈസ് ഒരു 10 സെൻറ്റൊക്കെ കുറഞ്ഞ് $1.71 ഇപ്പം പല ഗ്യാസ് സ്റ്റേഷനുകളിലും തിരക്കനുഭവപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ, വാറ് കാര്യങ്ങളൊക്കെ സെറ്റിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ഇനിയും ഗ്യാസ് പ്രൈസൊക്കെ കുറഞ്ഞ് താഴോട്ട് വരും. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വളങ്ങളുടെ ആവശ്യം വരുന്നത്. അതും കാര്യമായിട്ട് തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഴ്സ് ഹോർമോസ് കടലിടുക്ക് വഴി പല രാജ്യങ്ങളിലേക്കും എത്തുന്നില്ല. അത് ഇന്ത്യയിലും എത്തുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കാനഡയും അത് ബാധിക്കുന്നുണ്ട്. എന്നാൽ കാനഡയിലെ ആഭ്യന്തര പ്രൊഡക്ഷൻ, പ്രത്യേകിച്ചും പല വളങ്ങളും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് സഹായകരമാകുന്നുണ്ട്. എങ്കിലും ഇനി മുന്നോട്ട് സാധനങ്ങളുടെ വില, പ്രത്യേകിച്ചും ഫ്രഷ് വെജിറ്റബിൾസിൻ്റെയും ധാന്യങ്ങളുടെയൊക്കെ വില കൂടി തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. വെതർ നോക്കിക്കഴിയുമ്പോഴേക്കും നല്ല വാമായിട്ടുള്ള വെതറാണ് ഇപ്പോൾ. ആളുകളൊക്കെ നിരവധി പ്രോഗ്രാമുകൾക്കും പിക്നിക്കുകൾക്കും യാത്രകൾക്കുമൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. സൈക്ലിങ്, കയാക്കിങ്, പിന്നെ വിവിധ ടൂറുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ സമയമായതിനാൽ അതിൻ്റെ ആഘോഷ തിരക്കുകൾ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇനിയൊരു പ്രത്യേക വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡൗൺ ടൗണിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ നേരിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ കുറേ വീഡിയോകളൊക്കെ പഴയത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും കാനഡയിൽ അനുസരിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത്. നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കോർട്ട് ഓർഡർ പ്രകാരം ഡൊമസ്റ്റിക് വയലൻസിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഇനി അത് ഒരു സിവിൽ കേസായിട്ടും മാറാനുള്ള സാധ്യതകളുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർഹിക പീഡനത്തിൽ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആയിട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിനുള്ള ശിക്ഷ നടപ്പിലാക്കുമായിരുന്നു. ഇനി അത് സിവിൽ കേസും കൂടി ആയി കഴിയുമ്പോഴേക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഇരയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനുള്ള കോർട്ട് ഓർഡർ ഉണ്ടാകുമെന്നാണ് ഈ നിയമത്തിലൂടെ
പരാമർശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റ് പ്രോഗ്രാമുകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ചും നമ്മുടെ തന്നെ പ്രോഗ്രാംസ് ആണ്, ഇവിടെ PR വന്നിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ PR ലഭിച്ചിട്ടുള്ളവർക്കോ ഫണ്ടിങ്ങിലൂടെ പഠിക്കാനുള്ള കോഴ്സുകൾ, അത് ഇനി 2 മാസം കൂടെ ഉള്ളൂ ഗ്രാൻഡോടുകൂടി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. PR ഉള്ളവർക്കോ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കോ റെഫ്യൂജീസ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് ഡിസിഷൻ ലെറ്റർ ലഭിച്ചിട്ടുള്ളവർക്കോ ഈ പ്രോഗ്രാംസിനെല്ലാം അപേക്ഷിക്കാവുന്നതാണ്. അതിന് പ്രത്യേക പ്രായപരിധിയൊന്നുമില്ല. നിങ്ങൾ കോഴ്സുകളൊക്കെ പഠിച്ച് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം കോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓൺലൈനിലും ഓഫ്ലൈനിലും ഉള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോൺ നമ്പർ 4163218272, ഇമെയിൽ ID info@canadianskills.ca. പ്രവർത്തന സമയം മൺഡേ ടു ഫ്രൈഡേ 11 AM to 7 PM ആണ്. നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സ്കാർബ്രോയിലാണ്. ഒണ്ടേരിയോ സ്കാർബ്രോയിൽ മെക്കോവൻ ആൻഡ് ഷെപ്പേർഡ് ഇന്റർസെക്ഷനിലാണ്. നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ കുറച്ച് നേരം നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം. പുതിയതായിട്ട് വന്നിട്ടുള്ളവരെയും പേരൻസിനെയും ഒക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. കാനഡയിലെ ക്യൂബക്ക്, ആൽബർട്ട മുതലായ പ്രൊവിൻസുകൾ ഒരു സെപ്പറേറ്റ് രാജ്യം ആകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നേരത്തെ ക്യൂബക്ക് 2 പ്രാവശ്യം ഇങ്ങനെ ഒരു ജനവിധി തേടിയതാണ്. അതിൽ അവർ വിജയിച്ചില്ല. എന്നാൽ ഇപ്പോൾ ആൽബർട്ട അതിൻ്റെ പ്രോസസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനവിധി തേടുന്നതിന് വേണ്ടി. ആൽബർട്ട സെപ്പറേറ്റ് ആകണമെന്നുള്ള ഒരു ഭാഗവും എന്നാൽ ഭൂരിപക്ഷം വരുന്ന ഒരു വലിയ ജനവിഭാഗവും ഇതിൻ്റെ വോട്ടെടുപ്പിൽ ഇനി മുന്നോട്ട് ചിലപ്പോൾ പങ്കെടുത്തേക്കാം. അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ആൽബർട്ട പ്രീമിയർ ഡാനിയൽ സ്മിത്ത് കഴിഞ്ഞ ദിവസം നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ താൻ ആൽബർട്ട കാനഡയോട് ചേർന്ന് നിൽക്കണം എന്ന ഭാഗത്താണ് എന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യൂബക്കിന്റെ കാര്യത്തിൽ നോക്കിക്കഴിയുമ്പോഴേക്കും ക്യൂബക്ക് 2 പ്രാവശ്യം ഇങ്ങനെ ജനവിധി തേടിയതാണ്, അതിൽ പരാജയപ്പെട്ടതാണ്. ഇപ്പോൾ കാനഡയിലെ ഇമിഗ്രേഷൻ നോക്കിക്കഴിയുമ്പോഴേക്കും ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. 26,000-ലധികം ആളുകൾ ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യത്തിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആളുകളുണ്ട്, പിന്നെ കാമറൂൺ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളുടെ ഒരു സംഘമായിട്ട് ഫ്രഞ്ച് പോപ്പുലേഷൻ കൂടുകയാണ് ഇവിടെ. കാനഡ എന്ന് പറയുന്നത് ബൈലിംഗ്വൽ ആയിട്ടുള്ള രാജ്യമാണ്. ഇവിടെ ഭരണ തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊക്കെ 2 ഭാഷകളുമുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ഫ്രഞ്ച് പഠിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കാര്യങ്ങൾക്കൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഫ്രഞ്ച് നേരത്തെ തന്നെ ഒരു 8ാം ക്ലാസ് മുതലെങ്കിലും പഠിച്ചു തുടങ്ങുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. എനിക്കറിയാം, ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ, നമ്മുടെ മലയാളികൾ തന്നെ നിരവധി വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പേരൻസ് ഒക്കെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അവിടെ പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്ന് അങ്ങനെ ആ ഒരു സ്ട്രീമിൽ സക്സസ്ഫുൾ ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന മലയാളി കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അതായത് പേരൻസോട് വർക്ക് ചെയ്യുന്നവരുടെ മക്കളൊക്കെ ഇവിടെ വരുന്നവരുണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കാനഡയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നോക്കിക്കഴിയുമ്പോഴേക്കും വളരെ മികച്ചതായിട്ട് തന്നെ കാനഡയിലെ വിദ്യാഭ്യാസ രംഗം നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രത്യേക സർവേയിലാണ് കുറെ കാര്യങ്ങൾ പുറത്തു വന്നത്. മെഷേഴ്സ് HE എന്ന പ്രത്യേക വിഭാഗമാണ് ഈ സർവേ നടത്തിയത്. അതിൽ ആദ്യ 5 സ്ഥാനത്ത് തന്നെ കാനഡയുണ്ട്. UK, നെതർലാൻഡ്സ്, US, സ്വീഡൻ എന്നിവയാണ് ആദ്യത്തെ 4 രാജ്യങ്ങൾ. കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയും പിന്നെ മക്ഗിൽ സർവകലാശാലയുമാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് നടത്തിയത്. അവിടുത്തെ റിസർച്ച് പേപ്പറുകളും പ്രൊജക്റ്റുകളും ഉന്നത നിലവാരമുള്ളവയായിരുന്നു. കാനഡയിലേക്ക് ഇനിയും പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് സെഷൻസ്, പ്രത്യേകിച്ചും ജേഷ് ജേക്കബ് RCCയുടെ ലൈവ് സെഷൻസ് വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ എല്ലാ മാസവും നടത്താറുണ്ട്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ, സ്റ്റഡി പെർമിറ്റോ അല്ലെങ്കിൽ അഡ്മിഷനോ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻസ് സെപ്റ്റംബറിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ മേഖലയിലുള്ള അഡ്മിഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. എൻ്റെ നമ്പറും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സമ്മർ ആയപ്പോഴേക്കും കൂടുതൽ ആളുകൾ വർക്ക് ഫ്രം ഹോം, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരാണ്, അവർക്ക് വേണമെന്നുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സമ്മറിൽ കൂടുതൽ ആളുകളെ ഓഫീസുകളിലേക്ക് ക്ഷണിച്ചിട്ടുള്ള പല
അറിയിപ്പുകളും വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം വർഷങ്ങളായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്. എന്നാൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നതിന് വേണ്ടി വർക്ക് ഫ്രം ഹോം വേണ്ട എന്നാണ് പല ഗവൺമെൻറ് ഏജൻസികളും പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഗ്യാസ് പ്രൈസ് ഒക്കെ ഉയർന്നു നിൽക്കുകയാണ്. അത് കാരണമായിരിക്കാം കൂടുതൽ ആളുകളും അതിനെ പ്രിഫർ ചെയ്യുന്നത്. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി വരികയാണ്. റെൻ്റൽ നിരക്കുകളൊക്കെ ഇപ്പോൾ കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് റെൻ്റൽ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇമെയിൽ അയക്കുക. bijo@canadianskills.c ഒരു ഇമെയിൽ അയച്ചാൽ മതി. ഇവിടെയുള്ള ലീഡ്സ് ഒക്കെ ഫോർവേഡ് ചെയ്ത് തരാവുന്നതാണ്. എന്നാൽ നിങ്ങളായിരിക്കണം അത് വെരിഫൈ ചെയ്യേണ്ടത്. അറിയാവുന്ന ഗ്രൂപ്പുകളിൽ നിന്നുള്ള അറിയാവുന്ന ലീഡുകളായിരിക്കും സെൻഡ് ചെയ്യുന്നത്. എങ്കിലും ഒന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യുക. 15നും 24നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ ജോലി സാധ്യതകൾ നോക്കിക്കഴിയുമ്പോഴേക്കും അൺഎംപ്ലോയ്മെന്റ് കാനഡയിൽ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. റേഷ്യോ നല്ല കൂടി തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ യൂത്തിന് ജോലികൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ നിരവധി ആളുകൾ അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെയും വിനോദ സഞ്ചാര മേഖലകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ജോലി ലഭിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ കാനഡയിലെ ആകെ മൊത്തം യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് നോക്കി കഴിയുമ്പോൾ അത് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ടിമോട്ടൻസ്, ഡങ്കിൻ ഡോണറ്റ്സ് ഇവയൊക്കെ യൂത്തിനെ ഹയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ടിമോട്ടൻസ് കൂടുതൽ ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം കുറച്ച് നാൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. കാനഡയിൽ യൂത്തിന് ജോലി കൊടുക്കുന്ന, അതായത് കനേഡിയൻ യൂത്തിന് ജോലി കൊടുക്കുന്ന ഡങ്കിൻ ഡോണറ്റ്സ് അവരുടെ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവരങ്ങനെ ഒരു ഹൈപ്പിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഈ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ജോലികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരോ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ചും മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ് വന്നവരുടെ ഒക്കെ കുട്ടികൾ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് അവർ യൂണിവേഴ്സിറ്റി പഠനത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഒരു വലിയ പോപ്പുലേഷൻ തന്നെയുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്കൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കാവുന്നതാണിത്. ഡങ്കിൻ ഡോണറ്റ്സ്, പിന്നെ ഫിഫ വേൾഡ് കപ്പിലുള്ള ജോലികൾ ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നത് നല്ലതാണ്. സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് CPR ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ വോളണ്ടിയറിംഗ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ്, അതും നിങ്ങളുടെ പള്ളിയിൽ നിന്നാവാം, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നാവാം. അങ്ങനെയുള്ള വോളണ്ടിയർ എക്സ്പീരിയൻസിന് വേണ്ടി കുട്ടികളെ വിടുക. ആ എക്സ്പീരിയൻസ് ആണ് മുന്നോട്ടുള്ള ജോലികളിലേക്ക് അവരെ നയിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഇന്റേണൽ ഹയറിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഹെൽത്ത് കെയറിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും കൂടുതൽ ആളുകളെ ഒരു കാഷ്വൽ പൊസിഷനിലോ അല്ലെങ്കിൽ വോളണ്ടിയറിങ്ങിലോ ഒക്കെ വിളിച്ചിട്ട് അവിടെ നിന്നാണ് ആളുകളെ ഹയർ ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് അധികം നടക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ക്വാളിറ്റി നേരത്തെ തന്നെ ഒരു ദീർഘസമയത്തിൽ അവർക്ക് അസസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻ്റർവ്യൂവിൽ ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. കാരണം ഹയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുറത്താക്കണമെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനാൽ ഒരു ദീർഘബന്ധമുള്ള ആളുകളെ ഹയർ ചെയ്ത് കഴിയുമ്പോഴേക്കും എംപ്ലോയി റിട്ടൻഷൻ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. കുട്ടികളെ വോളണ്ടിയറിങ്ങിന് വിടുക, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികൾ, കാഷ്വൽ ജോലികൾ ഒക്കെ കുട്ടികളുടെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസം സെയിൻറ്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ചിൽ വെച്ച് അവിടുത്തെ CKCC എന്ന സംഘടനയുടെ ഒരു സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഇമെയിൽ അയക്കാവുന്നതാണ്. ഞാനത് പേഴ്സണലായിട്ട് അയച്ചു തരാം. bijo@canadianskills.ca ഒരു 1 hour നടന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ നിരവധി ആളുകൾ അവരുടെ ബിസിനസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. മെൻറ്ററിങ് കാര്യങ്ങളൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല ഡിസ്കഷൻ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇമെയിൽ അയക്കുക. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. നമുക്ക് ഇനി അടുത്ത ആഴ്ചയിലുള്ള അപ്ഡേറ്റിൽ കാണാം. പിന്നെ ഷോർട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സമ്മറൊക്കെ അല്ലേ, അപ്പോഴേക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബ് ഷോർട്സിലും ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. എല്ലാവർക്കും വാം ഡേയ്സ് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ബൈ.